വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനമെങ്ങും ആഹ്ലാദ പ്രകടനം. എറണാകുളത്തും കോഴിക്കോടും കാസർഗോഡും DCCയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. സൈഫുന്നീസ എറണാകുളത്ത് നിന്നും, ആകാശ് കോഴിക്കോട് നിന്നും, കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവനുമാണ് ചേരുന്നത്. ആദ്യം സൈഫുന്നീസയിലേക്കാണ്. സൈഫുന്നീസ, ഈ എറണാകുളത്തേക്കാകും 1-ാം നമ്പർ കാർ എത്തുക എന്നുള്ള കാര്യം ആദ്യം തന്നെ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞാണ് ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചകൾക്ക്, തർക്കങ്ങൾക്കൊക്കെ തിരികൊളുത്തിയത്. ഇപ്പോൾ ആ വാക്കുകൾ തന്നെ അത്തരത്തിൽ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ആഹ്ലാദ പ്രകടനം തന്നെ എറണാകുളത്ത് നടക്കുന്നു. വി.ഡി. സതീശന്റെ സ്വന്തം മണ്ണാണ്. കൂടുതൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന ആവശ്യം ഉയർന്ന മണ്ണാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ്, എത്രമാത്രം വിപുലമാണ് ഇപ്പോൾ ഈ ഒരു ആഹ്ലാദ പ്രകടനങ്ങൾ? തീർച്ചയായും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് സംസ്ഥാനത്ത് മുഴുവൻ വലിയ ആഹ്ലാദ പ്രകടനം മുഖ്യമന്ത്രിയായ ശേഷം ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്ന സ്ഥലം എറണാകുളമാണ്. കാരണം അദ്ദേഹത്തിന്റെ തട്ടകമാണ് എറണാകുളം ജില്ല. അദ്ദേഹം എറണാകുളത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ മണ്ണിലെ പറവൂരിലാണ്. ഇവിടെ എല്ലാം തന്നെ വലിയ ആഘോഷങ്ങളാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ നടന്നത്. അതിന്റെ ഒരു തുടരാഘോഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എറണാകുളം DCCയിലുള്ള മുഴുവൻ പ്രവർത്തകരും കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രവർത്തകരെല്ലാം തന്നെ അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ DCCയിൽ നിന്ന് എറണാകുളം നഗരത്തിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഇത്തവണ വലിയൊരു വിജയം നേടിയപ്പോൾ ആ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് വി.ഡി. സതീശനാണ്. ഓരോ തവണയും എറണാകുളത്ത് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ തിരക്കുകൾക്കിടയിലും എറണാകുളത്ത് വരുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തകരെ ഒപ്പം കൂട്ടുകയും ഇത്തവണ ക്ലീൻ സ്വീപ്പ് വേണ്ട ജില്ലകളിൽ തന്റെ എറണാകുളവും വേണം എന്ന വി.ഡി. സതീശന് നിർബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ വിജയം വന്നിരിക്കുന്നു. 5 ജില്ലകൾ അദ്ദേഹം പറഞ്ഞ 5 ജില്ലകളിലും ക്ലീൻ സ്വീപ്പ് വന്നു. സംസ്ഥാനത്ത് മുഴുവനായി മൊത്തം 102 സീറ്റുകളിൽ UDFന് വിജയം നേടാൻ സാധിച്ചു. ചരിത്രത്തിൽ തന്നെ വലിയ വിജയമായി തന്നെ അത് കണക്കാക്കപ്പെടുന്നു. ആ ഒരു വലിയ ആഘോഷം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായും ഈ UDF പ്രവർത്തകർ വലിയ ആഹ്ലാദത്തോടെ പടക്കം പൊട്ടിച്ചും കുത്തിരി കത്തിച്ചും മുദ്രാവാക്യം വിളിച്ചും വി.ഡി. സതീശന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും അവരുടെ പാർട്ടി പതാക പാറിച്ചുകൊണ്ടും വലിയ ആഘോഷമായി ഇപ്പോൾ എറണാകുളം നഗരത്തിലൂടെ ആഹ്ലാദ പ്രകടനം കടന്നു പോവുകയാണ്. ഏറ്റവും മുൻപിൽ വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ജനനായകൻ എന്ന പേരിലുള്ള ഒരു വീഡിയോ വാള്, ഒരു 6 വീഡിയോ വാള് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന് പിന്നാലെയാണ് വലിയ പ്രകടനം പ്രവർത്തകരുടെ വരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി വരികയാണ്. മുഖ്യമന്ത്രിയായി അതെ, സന്തോഷം. അർഹതയ്ക്കുള്ള അംഗീകാരം വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ? സന്തോഷം, വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? വലിയ വലിയ സന്തോഷം. എല്ലാ 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 കേരളത്തിലും കേൾക്കുന്നുണ്ട്. കനത്ത മഴയാണ്. മഴയെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രകടനം ഇവിടെ നടക്കുന്നത്. ശരി സൈഫുന്നീസ, എന്തായാലും വലിയ ആഘോഷം തന്നെയാണ്. മഴയെ എല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ ആവേശത്തിലേക്ക്, ആഘോഷത്തിലേക്കൊക്കെ കടക്കുന്നു പ്രവർത്തകർ. അവർ ആഗ്രഹിച്ചതുപോലെ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തി. അതിലെ ആഘോഷ പ്രകടനം, ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. ഇനി